ഒരു കാര്യം കാണണോ? ഇത് കണ്ടോ? ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് പൊങ്ങെന്ന് പറയുന്ന ഒരു സാധനം. അത് തേങ്ങ കുറെ നാള് എടുക്കാതെ വെച്ച് കഴിയുമ്പോൾ ഇതിപ്പോ ഞാൻ വല്ലാതെ ഇത് വലിയ വാക്കത്തി വെച്ച് പൊട്ടിച്ചുകൊണ്ട് ഇങ്ങനെ പൊട്ടിപ്പോയത്. ഇതല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ഇത് നാട്ടിൽ വരുമ്പം മക്കളെ കാണിക്കാൻ വേണ്ടി ഞാൻ കുറെ തേങ്ങയെ ചാക്കി കെട്ടി വെച്ചിരുന്നേ. അതിൽ നിന്ന് ഒരെണ്ണം പൊട്ടിച്ചപ്പോൾ ഇതുപോലത്തെ ഒരു സാധനം ഇവര് കഴിച്ചിട്ടില്ലേ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. നല്ല സോഫ്റ്റും നല്ല മധുരവും. ഇതിന്റെ ഇച്ചിരി ടേസ്റ്റ് അവര് നോക്കി നല്ല ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഇത് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിലേ കേരളത്തിന് വെളിയിലുള്ളവര് ഇങ്ങനെ തേങ്ങ കുറെ നാള് എടുക്കാതെ വെക്കുമ്പോ അതിനകത്ത് ഇങ്ങനെ ഒരു സാധനം മുളച്ചു വരും. എന്നിട്ട് തൈ ഉണ്ടാവും വെളിയിൽ. അതാണ് നടുന്നത് നമ്മളെ. അപ്പൊ ഇത് പിള്ളേർ ഇത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളിങ്ങനെ കാണിച്ചു കൊടുക്കണേ. അപ്പൊ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന ഈ വീഡിയോ. അപ്പം എല്ലാവർക്കും ബൈ, താങ്ക് യു. കട്ട് ചെയ്ത് കാണിക്കാവേ. ഇത് മക്കൾക്ക് വേണ്ടി 1 വർഷം മുമ്പേ നമ്മളെ ഒരു ചാക്കിനകത്ത് കെട്ടി വെച്ചിരുന്നതാണ്. ഇത് പൊട്ടിച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാം. ഞാന് ഇത് കാണാന് കാര്യം 1 വർഷം മുമ്പേ കെട്ടി വെച്ചാൽ ഇതിന്റെ അവസ്ഥ ഇനി എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിങ്ങനെ പൊട്ടിക്കുമ്പോൾ ഇതാണ് സാധനം. കണ്ടോ? പൊങ്ങ്. ഇത് ഇച്ചിരി കഴിച്ച് നോക്കട്ടെ ഞാന്. ഇത് ശരിക്കും പൊട്ടിച്ചെടുത്താല് ഇപ്പൊ മഴയായതുകൊണ്ട് വെളിയിൽ പോയിരുന്ന് പൊട്ടിക്കാൻ പറ്റത്തില്ല. ഇത് ശരിക്കും പൊട്ടിച്ചെടുത്താൽ ആ ഒരു ആപ്പിള് പോലെ തേങ്ങയ്ക്കകത്ത് പൊങ്ങ നമുക്ക് കിട്ടും. പക്ഷെ ഇത് കട്ടായിപ്പോയി. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് തിന്നാൻ മതിയല്ലോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഇത് മക്കൾക്ക് ഇതൊരു പുതിയ എക്സ്പീരിയൻസ് അവര് കാണുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ചെറുപ്പത്തിൽ തേങ്ങയ്ക്കകത്ത് ഇങ്ങനെ തേങ്ങ എടുക്കാതെ കുറെ മാസങ്ങൾ വെച്ച് കഴിയുമ്പോൾ ഇങ്ങനെ കിളുത്ത് വന്ന് അതിനകത്ത് പൊങ്ങ ഉണ്ടാവുമെന്ന് അറിയായിരുന്നു. അപ്പം അവരെല്ലാരും ഇവിടെ ചുറ്റിനും നിൽപ്പുണ്ട് മക്കളെ. അവർക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ടാണ് അവര് നിൽക്കുന്നത്. അപ്പം ഇത് തിന്നിട്ട് പറഞ്ഞ് ഇഷ്ടമായോന്ന് പറേ. എന്താ ടേസ്റ്റ്? നല്ല ടേസ്റ്റ് ഉണ്ട്. ആണോ? നല്ല സോഫ്റ്റ് അല്ലേ? നല്ല ടേസ്റ്റ്. ഇതാണ് പൊങ്ങ്. ഒരു 10 തേങ്ങ കെട്ടി വെച്ചതില് കുറച്ചൊക്കെ അളിഞ്ഞു പോയി. ഇതിനകത്ത് 4 എണ്ണത്തിൽ നിന്ന് പൊങ്ങ് കിട്ടി. ഞങ്ങൾ കഴിച്ചു. അപ്പം നിങ്ങൾ ഇതിന്റെ ടേസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞേ എങ്ങനെയുണ്ടെന്ന്. അപ്പം കേരളത്തിന് വെളിയിൽ ജീവിക്കുന്നവരെ നാട്ടിൽ അവധിക്കൊക്കെ വരുമ്പോൾ ഇതൊരു മക്കൾക്ക് കാണിച്ചു കൊടുക്കാവുന്ന ഒരു കാര്യമാണ്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ വീട്ടിൽ തേങ്ങ ഇട്ട് കഴിഞ്ഞ് ഒരുപാട് നാള് അത് കൊപ്ര ആക്കാൻ വേണ്ടി തേങ്ങ ഉണങ്ങി വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ വേണ്ടി തേങ്ങ കൂട്ടിയിടുമ്പോൾ അത് പൊതിച്ചെടുക്കുമ്പം ഇങ്ങനെ തേങ്ങയ്ക്കകത്തെ പൊങ്ങ് കിട്ടി കഴിച്ചിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ്. അതിന് വെച്ച് കറിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ അത് ഒത്തിരി ദിവസം ഈ പൊങ്ങ് ഇങ്ങനെ തന്നെ വെക്കാൻ പറ്റത്തില്ല. ഈവൻ ഫ്രിഡ്ജിൽ വെച്ചാലും അതിൻ്റെ ടെക്സ്ചർ ഒന്ന് ചേഞ്ച് ആവുമേ. അപ്പം ഇത് ഫ്രഷ് ആയിട്ട് കഴിക്കുന്നതാണ് നല്ലത്. നല്ല ടേസ്റ്റ് ഉണ്ട്. അവർക്ക് മക്കൾക്ക് ഇഷ്ടമായി. അപ്പം ഇതൊരു പുതിയ എക്സ്പീരിയൻസ് നിങ്ങൾക്കും യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്കും വെളിയിലുള്ളവർ നാട്ടിൽ വരുമ്പം മക്കൾക്ക് കാണിച്ചു കൊടുക്കാനുള്ള നല്ലൊരു ടിപ്പാണല്ലോ.